പെരിഞ്ഞനത്തിന്റെ ഗായിക. കഥാനായികയാണ്. അതെ, ശരിക്കും വെറൈറ്റി ഉടുപ്പെന്ന്. അതെ, ഒരു നാടൻ പെൺകുട്ടിയായിട്ടാണല്ലോ തോന്നിയിരിക്കുന്നത്. പഴയ മൂവീസിലൊക്കെ കാണുന്ന നടിമാരുടെ ആ ഒരു വേഷം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതാ എവർഗ്രീൻ റൗണ്ടിലാ പാടാൻ പോകുന്നത്. പണ്ടത്തെ പാട്ട്. യെസ്, ഇതും അമ്മ തന്നെ. എന്നാലും വിട്ടുകൊടുക്കില്ല നമ്മൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഈസ്റ്റ്മാൻ കളറാണെങ്കിലും അത് വിഷയമല്ല നമുക്ക്. ഞങ്ങൾ തന്നെ. അനുഷ്കിന്റെ അമ്മ ഒരു സ്പെഷ്യൽ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ, ഒരു സംശയമില്ല. ഓരോ പ്രാവശ്യവും പുതുമ കൊണ്ടുവരും. അതേസമയം ആ കാലവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു പരിചിത ഗന്ധം ഇതിൽ കൊണ്ടുവരും. സൂപ്പറാണേ. അപ്പൊ ഏതാണ് പാട്ട്? എൻ പ്രാണനായകനെ എന്ത് വിളിക്കും പറയൂ. എന്ത് വിളിക്കും? ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, നാവെടുത്ത് എന്ത് വിളിക്കും? നാവെടുത്ത് എന്ത് വിളിക്കും മീനുകൂടാ? ഈ പഴയ സിനിമകളിലൊക്കെ പ്രാണനായിക എന്ത് വിളിക്കും? പല പേരുകളുണ്ട്. മരാളിക്ക് പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് പാട്ടിലുള്ള കാര്യം. എന്റെ മരാളിക്ക്. പിന്നെ എന്റെ സീമന്തിനി, എന്റെ സ്വപ്നലേഖ, പിന്നെ എന്റെ സുഭഗേ, പ്രാണനാഥേ, ഹൃദയമയി, ഹൃദയവതി. ഇതിൽ ഏതൊക്കെ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മധു? ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ പറഞ്ഞ പേരിൽ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മധുങ്ങൾ എന്താണ് ഉപയോഗിച്ചത്? ദിവ്യെന്ന്. എന്റെ ദിവ്യേ ഞാൻ അങ്ങനെ വിളിക്കാ. പിന്നെ വല്ലപ്പോഴും കുഞ്ഞു കുട്ടു എന്നെ കുട്ടു എന്ന് വിളിക്കും. അപ്പൊ നമ്മള് പാട്ടിലേക്ക് കയറല്ലേ? അവിടെ പറയാൻ പറ്റില്ല. എന്ത് വിളിക്കും പറയൂ. അവിടുത്തെ പ്രിയെന്ന് വിളിക്കും. അല്ല, പ്രിയല്ലാണ്ട് എന്ത് വിളിക്കും? അതെ, പ്രിയക്കുട്ടി എന്ന് വിളിക്കാറുണ്ട്. പ്രിയക്കുട്ടി അത്രേ ഉള്ളൂ. കൂടുതലൊന്നുമില്ല. എന്തോ ഉണ്ട് പറയാത്തതാ. അച്ഛന് മകളുടെ അടുത്ത് പറയാൻ പറ്റണ്ടേ? അതിനെന്താ കുഴപ്പം? എന്റെ അച്ഛനോട് അത്രയ്ക്ക് മോശമായ പേരാണോ? രഹസ്യമായിട്ട് പറഞ്ഞുതരാ. അപ്പൊ പാട്ട് ഡീറ്റെയിൽസ്. മ്യൂസിക് ബാബുരാജ് സർ, ലിറിക്സ് പി ഭാസ്കരൻ സർ, പാടിയത് ജാനകിയമ്മ, മൂവി പരീക്ഷ, ഇയർ 1967. സിനിമാ പാട്ടുകളെ സംബന്ധിച്ചോളം ഗിരീഷ് പുത്തഞ്ചേരി ഇങ്ങനെ പറയാറുണ്ട്. അതായത് ഭാസ്കരൻ മാസ്റ്റർ മണ്ണിന്റെ മണത്തിൽ എഴുതി, വയലാർ സ്വർഗത്തിൽ നിന്ന് എഴുതി എന്ന് പറയും. അപ്പൊ ഈ മണ്ണിന്റെ മണം എപ്പോഴും ഉണ്ട്. ലളിതമായിരിക്കും, നമ്മളിൽ ഒന്നായിട്ട് തന്നെ വേറിട്ട് നിൽക്കില്ല. അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇതിൽ തന്നെ വേറെ നല്ല രണ്ട് പാട്ടുകളുണ്ട്. അവിടുന്ന് ഗാനം കേൾക്കാൻ, അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, ഒരു പുഷ്പം മാത്രം, അങ്ങനെ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരന പാട്ടുകാരൻ, അങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടുകളുള്ള സിനിമയാണ്. അപ്പൊ എന്നാ പിന്നെ തുടങ്ങിയാലോ? നമ്മുടെ നാട്ടുകാരനാണ് കെട്ടിയ പി ഭാസ്കരൻ മാഷ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രാണനായകനെ, എൻ നായകനെ എന്തു വിളിക്കും?
വിളിക്കും കൈകൊട്ടിച്ചിരിക്കുവാൻ കാണികളില്ലെങ്കിൽ കഥകളി മുദ്ര കാട്ടി ഞാൻ വിളിക്കും സഖിയൻ പ്രാണനായകനെ എൻ നായകനെ എന്തു വിളിക്കും എങ്ങനെ ഞാൻ അവിടുത്തെ പേര് വിളിക്കും സഖിയൻ പ്രാണനായകനെ എന്തു വിളിക്കും. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. സന്തോഷം. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാവനനാ പാട്ടുകാരൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാവനനാ പാട്ടുകാരൻ. ഗാനലോകവീഥികളിൽ വേണുമാടുകയും പ്രാണസഖി അനുഷ്, എന്താ എന്റെ പ്രാണനായികയ്ക്ക് ഞങ്ങൾ ഇന്ന് നൽകുന്ന മാർക്ക് 97.25 ഔട്ട് ഓഫ് 100. ഇനി ആര് വരാൻ പോകുന്ന പറഞ്ഞേ? മധുങ്ങൾ ആരൊക്കെയോ വരുന്ന കാര്യം പറഞ്ഞില്ലേ? അടുത്തു എന്നൊക്കെ. ആ എന്ത്? ആ, അതെ. അതെ. അപ്പൊ അതുകൊണ്ട് ഈ മാർക്കൊന്നും പോരാ, നമ്മൾ മഴയൊക്കെ ഇടയ്ക്ക് വീഴിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ. അടുത്ത പ്രാവശ്യം ഓർത്തിട്ട് വരണം. ഓക്കെ